വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നത്. നമ്മളായിരുന്നിടത്തെല്ലാം കർത്താവ് പരിപാലിച്ചു, ജയത്തോടെ നടത്തി, ആവശ്യങ്ങളിലെല്ലാം കൂടിയിരുന്ന് നമ്മളെ വഴി നടത്തി. ഒരു ദിവസത്തിൽ ഒരു നിമിഷം നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ആ കൃപകളാം ദൈവം തമ്പുരാൻ നമ്മളെ നിറച്ചതിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന്. സുവിശേഷ ഭാഗങ്ങൾ 4 മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളായിട്ടുള്ളത്. അതിൽ കർത്താവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, കാര്യങ്ങൾ എല്ലാം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്തു നിന്നാണ്. 19 അധ്യായാസ്പദമാക്കി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ. അപ്പോൾ അവൻ്റെ പേരെന്തായിരുന്നു? സക്കായി. യേശുവിനെ കാണാനായിട്ട് വന്ന കേട്ടോ. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ പൊക്കം കുറഞ്ഞ ആളായിരുന്നു. അതുകൊണ്ട് പുരുഷാര നിമിത്തം അവന് കഴിഞ്ഞില്ല കാണാനായിട്ട് ദൈവത്തെ. അപ്പോൾ എന്നാലും അവൻ മുമ്പോട്ട് ഓടി. അവനെ കാണാൻ ഒരു കാട്ടത്തിന്മേൽ കയറി. അപ്പോൾ യേശു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് യേശുവിനെ കാണാനായിട്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് സക്കായി കടന്നു ചെന്നു. പക്ഷെങ്കിൽ അവന് പൊക്കം കുറഞ്ഞവനായിരുന്നുകൊണ്ട് അവന് ശരിക്കും യേശുവിനെ കാണാൻ സാധിച്ചില്ല. അവൻ എന്നിട്ടും അതെന്ത് ചെയ്തു? അവൻ ഓടി ഒരു മരം, വലിയൊരു പൊക്കമുള്ളൊരു മരത്തിൻ്റെ മുകളിൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. അപ്പോൾ ഈ യേശുവിനെ അറിയാൻ സക്കായി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? യേശു അതുവഴി വന്നപ്പോൾ ആ മരത്തിന് മുകളിലോട്ട് നോക്കിയപ്പോൾ സക്കായി അവിടെ ഇരിപ്പുണ്ട്. സക്കായിയോട് പറഞ്ഞു, സക്കായിയേ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണെന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ സക്കായി മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുക യേശുവിനെ കാണാനായിട്ട്. അപ്പോൾ സക്കായി മരത്തെ കയറുന്നതിന് മുമ്പേ സക്കായി അവിടെ ഉണ്ടെന്നുള്ളത് യേശുവിനെ അറിയാമായിരുന്നു. അപ്പം മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന സക്കായിയോട് യേശു പറഞ്ഞു, വേഗം ഇറങ്ങി വാ, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതിനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിടികൊടുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും പതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിൻ്റെ രക്ഷ വന്നു. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. അവൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താപ്പച്ചൻ നിങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. അതാ നമുക്ക് കർത്താവിനെ കാണണമെന്നുള്ള ഉള്ളിലൊരു വാഞ്ച അതായിരുന്നു സക്കായിക്കുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കുള്ളത്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട്, കർത്താവാരെ നമ്മളാരാ. പക്ഷെ നമ്മളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് കർത്താവിനെ കാണണം, കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം എന്നൊക്കെ നമുക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ കർത്താവ് നമ്മളുമായിട്ട് ഒരുപാട് അന്തരമുണ്ട്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന ആൾ ആരാണെന്ന് നമ്മൾക്കൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ കർത്താവിനെ വിളിക്കുന്നത്. അപ്പോൾ കർത്താവിന് വിളി കേൾക്കുന്ന ആളാണ് നമ്മുടെ കർത്താവ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം കർത്താവ് സക്കായിയുടെ ആഗ്രഹം കർത്താവ് നിറവേറ്റി കൊടുക്കുക മാത്രമല്ല, കർത്താവ് അവൻ്റെ ഭവനത്തിൽ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും താമസിക്കുകയും ചെയ്ത് അവനെ ഒന്നുകൂടെ ബലപ്പെടുത്തുകയാണ് ചെയ്തത്. അവസാനം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നൊരു മറുപടി അവന് കൊടുക്കുകയും ചെയ്തു, അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പം നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ രക്ഷിക്കുകയും നമുക്ക് വിടുതൽ നൽകി തരികയും ഒക്കെ ചെയ്യുന്ന ആരാണ്? നമ്മുടെ കർത്താവാണ്. കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ ആത്മീയതയിലും ഭൗതികതയിലും എല്ലാം അനുഗ്രഹിക്കും. ഈ ആൻറ്റി ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരെയും അറിയത്തില്ലല്ലോ, നിങ്ങളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. അതിടങ്ങളിൽ കർത്താപ്പച്ച് നിങ്ങളെല്ലാവരും പരിപാലിക്കട്ടെ. എൻ്റെ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ് പറയുന്നത്. അതിനുള്ള ജ്ഞാനത്താൽ ദൈവം എന്നെ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.